സൂക്ഷ്മദർശിനി ഇപ്പോൾ വളരെ ഹിറ്റായിട്ട് തിയേറ്ററിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമ റിലീസായ സമയം മുതലേ വളരെ മികച്ച അഭിപ്രായങ്ങളാണ് ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. MC ജിതിൻ സംവിധാനം ചെയ്ത ഒരു ഹൂ ഡൺ ഇറ്റ് സിനിമയാണ് സൂക്ഷ്മദർശിനി. ഇതിലെ ആർട്ടിസ്റ്റുകളൊക്കെ വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ക്യാരക്ടേഴ്സിനെയൊക്കെ ഡീപ്ലി വിസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിനൊരു സ്പോയിലർ എലമെൻറ്റ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അത്തരം ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. പകരം ഈ സിനിമ കാണാനുള്ള ഒന്ന് രണ്ട് കാരണങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഇതിൽ ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് മുമ്പ് പറഞ്ഞ പോലെ ഇതിലെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസ് തന്നെയാണ്. നസ്രിയ നസീം, ബേസിൽ ജോസഫ്, സിദ്ധാർത്ഥ് ഭരതൻ, ദീപക് പരബോൾ, കോട്ടയം രമേശ്, മനോഹരി ജോയ്, മെറിൻ ഫിലിപ്പ്, അഖില ഭാർഗവൻ, പൂജ മോഹൻരാജ്, ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം ഓഫ് ദ റൂഫ് പെർഫോമൻസസ് ആയിരുന്നു. തുടക്കം മുതലേ ഓഡിയൻസിൻ്റെ മനസ്സിൽ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് ഒരു തരത്തിലും ലാഗ് അടിപ്പിക്കാതെ വളരെ നീറ്റായിട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫും പിന്നീട് ഒരു പസിൽ സോൾവ് ചെയ്യുന്നത് പോലെ ഫസ്റ്റ് ഹാഫിൽ ഇട്ട് വെച്ചിട്ടുള്ള പോയിന്റ്സ് ഒക്കെ കൂട്ടിച്ചേർക്കുന്ന വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫും ഈ സിനിമയുടെ മറ്റൊരു പോസിറ്റീവാണ്. ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റുകളിൽ പൊതുവേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്മാച്ചസ് ഉണ്ടായാൽ ആ കഥ മൊത്തം മനസ്സിലാകാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് കൂടി വളരെ ക്ലീനും കെയർഫുള്ളുമായിട്ടാണ് ഇതിനെ ഡയറക്ടർ ഈ കഥയെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. അതുൽ രാമചന്ദ്രൻ, ലിബിൻ TP, ഈ സിനിമയുടെ റൈറ്റേഴ്സ്, ഇവർ രണ്ടുപേരും ഈ കഥയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സാണ്. കാരണം ഡീറ്റെയിലിങ്ങുകളുടെ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള കോംപ്രമൈസ് ഈ സിനിമയിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിലെ നസ്രിയയുടെ പെർഫോമൻസ് ആണ്. പ്രിയദർശിനി എന്ന് പറയുന്ന ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ മീറ്ററിനകത്ത് നിന്നുകൊണ്ട് വളരെ ഗംഭീരമായിട്ടാണ് നസ്രിയ ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ബേസിൽ ജോസഫിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ഒരു ഇന്നസെൻസ് ഉണ്ടല്ലോ, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ഡയമെൻഷനിൽ ബേസിൽ ജോസഫിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമയിൽ. ഈ പ്രിയദർശിനി, മാനുവൽ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്പോയിലർ ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അടുത്തത് ഈ സിനിമയുടെ സ്കോറിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ബ്രഹ്മയുഗം കഴിഞ്ഞിട്ട് ക്രിസ്റ്റോ സേവിയറുടെ ഒരു ബെസ്റ്റ് വർക്ക് തന്നെയാണ് സൂക്ഷ്മദർശിനി. ബിക്കോസ് ഓരോ സീനിൻ്റെയും ഇൻറ്റൻസിറ്റി അതേ രീതിയിൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനും ആ ഇമോഷനിലേക്ക് പ്രേക്ഷകരെ കൊണ്ടെത്തിക്കാനും ഇതിൻ്റെ സ്കോറിങ്ങിന് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളും, എസ്പെഷ്യലി ആ ദുരൂഹ മന്ദഹാസം ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ വളരെ ഗംഭീരമാണ്. 2024 അവസാനിക്കുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സൂക്ഷ്മദർശിനി. അപ്പോൾ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഡാർക്ക് ഹ്യൂമറൊക്കെ ഉൾപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന ഒരു മിസ്റ്റീരിയസ് ത്രില്ലർ കാണാൻ ആഗ്രഹമുള്ള പ്രേക്ഷകർക്ക് സൂക്ഷ്മദർശിനിക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം.